കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാറ്റിക് ഹസാർഡ്സ് ആയിരുന്നു. അതിൽ തന്നെ നമ്മൾ സ്റ്റാറ്റിക് 1 ഹസാർഡും സ്റ്റാറ്റിക് 0 ഹസാർഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ ഹസാർഡ്സ് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് 1 ഹസാർഡാണ്. അപ്പോൾ കഴിഞ്ഞ അതേ വീഡിയോയിലെ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്, വീണ്ടും ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്, നമ്മുടെ ഓർ ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. y = AB + B⁻C. AB + B⁻C. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു SOP ആണ്. നമുക്കിത് ഈ ഒരു സർക്യൂട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. SOP എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രൊഡക്ട്സ്. കണ്ടോ, ഈ പ്രൊഡക്ട്സിൻ്റെ സമ്മാണ്. അപ്പോൾ സം ഓഫ് പ്രൊഡക്ട്സ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഹസാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സർക്യൂട്ട് വരയ്ക്കുക, അതിൻ്റെ ലോജിക് എക്സ്പ്രഷൻ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മാപ്പ് എടുക്കുക. അപ്പോൾ ഈ മാപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് SOP ആണോ POS ആണോ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ SOP ആണെങ്കിൽ മാപ്പ് എടുക്കുമ്പോൾ നമ്മൾ 1കൾ തമ്മിലാണ് ഗ്രൂപ്പ് ചെയ്യുക. ഇപ്പോൾ POS ആണെങ്കിൽ നമ്മൾ എന്താ 0s തമ്മിലാണ് ഗ്രൂപ്പ് ചെയ്യുക. മാപ്പൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് മാപ്പിൽ നമ്മൾ ഇതിപ്പോൾ SOP എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോണത് 1 ആണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് 1 കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ സർക്യൂട്ട് നോക്കിയാൽ ഇത് ഒരു ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സം. എപ്പോഴൊക്കെയാണ് ഒരു സമ്മിൻ്റെ ഔട്ട്പുട്ട് 1 ആവുക? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ തന്നെ എന്താണ് ആ ഒരു സമ്മിൻ്റെ ഔട്ട്പുട്ട് 1 ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇത് 1 ആവാം, അല്ലെങ്കിൽ ഇത് 1 ആവാം. ഇത് 1 ആവുക എപ്പോഴൊക്കെയാണ്? ഇതെന്താ ഒരു ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതോടെ പ്രൊഡക്റ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് 1 ആവണമെങ്കിൽ അതിൻ്റെ 2 ഇൻപുട്ടും 1 ആവണം. അപ്പോൾ എയും ബിയും 1 ആവണ കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആയി കിട്ടും. അതാണ് ഇപ്പോൾ എയും ബിയും 1 ആവണ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ A1 B1 ഇത്, അതുപോലെ A1 B1. അപ്പോൾ ഇത് രണ്ടും നമ്മളിവിടെ 1 മാർക്ക് ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആവണത്. ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആവണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉള്ള കാരണം ബീൻ്റെ വാല്യൂ 0 ആക്കണം. അപ്പോഴാണ് ഇവിടെ 1 ആവുക. സി ഓൾറെഡി 1 ആവും. അപ്പോൾ B 0യും C 1ഉം. ഇപ്പോൾ 0 1 എന്ന് പറയുന്നത് B 0യും C 1ഉം. അത് നമ്മൾ 2 1 ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കണ്ടീഷനിലാണ് ഇവിടെ നമുക്ക് 1 കിട്ടാനുള്ള ചാൻസ്. ബാക്കിയുള്ളത് 0 ഇട്ട് കൊടുത്തു ആണെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതും ഈ 1 ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ രണ്ട് ഗ്രൂപ്പായിട്ടാണ്, 2 1ൻ്റെ ഗ്രൂപ്പായിട്ടാണ് നമുക്കിവിടെ കിട്ടുക. അതായത് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം കിട്ടും, പിന്നെ ഇങ്ങനെ ഒരെണ്ണം കിട്ടും. ഇതാണ് ഈ സർക്യൂട്ട് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഈ ഒരു നോട്ട് ഗേറ്റ് വരുന്ന കാരണം ഇവിടെ ഹസാർഡ് ഉണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി എങ്ങനെയാണ് ഈ ഹസാർഡിനെ എലിമിനേറ്റ് ചെയ്യുക? ഹസാർഡിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഗ്രൂപ്പും കിട്ടി, ഈ ഒരു ഗ്രൂപ്പും കിട്ടി. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഗ്രൂപ്പും കൂടി വരാം. അതായത് ഇപ്പോൾ 2 അഡ്ജസൻ്റ് ഗ്രൂപ്പ്, ആ അഡ്ജസൻ്റ് ഗ്രൂപ്പ് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇറർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഈ ഒരു സർക്യൂട്ടിൽ ഇറർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എറർ നമ്മൾ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 കോണ്ടാക്റ്റ് ഇല്ലാത്ത ഗ്രൂപ്പിൽ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതുമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, ഇവർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞാൻ ഈ ബ്ലൂ ഇങ്കോണ്ട് വരച്ചു. നമുക്ക് ബ്ലൂ കാണണ്ടോ അറിയില്ല, ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിങ് കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കും. ആ എക്സ്ട്രാ കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഈ എറർ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇത് ഈ മാപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയാണ് എഴുതുക, നിങ്ങളെങ്ങനെയാ വെച്ചാൽ അത് എഴുതുക. അതായത് എനിക്കിങ്ങനെ പെട്ടെന്ന് ഇതൊന്നും എടുത്ത് എഴുതാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിതിവിടെ ഇങ്ങനെ എഴുതും. എന്നിട്ട് ഇതിൽ കോമൺ ആയിട്ടുള്ള ഇതുണ്ടല്ലോ, ഇപ്പോൾ ABC എന്ന് ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ SOP ആയി കാരണം നമുക്ക് എല്ലാം 1 ആക്കുക വേണ്ടത്. SOP എന്ന് പറഞ്ഞാൽ സം ഓഫ് പ്രൊഡക്റ്റ് 1 ആവണം. പ്രൊഡക്റ്റിൻ്റെ സമ്മ 1. അപ്പോൾ 0 1 0 0 ഇവിടെ കോമൺ ആയിട്ടുള്ളത്, രണ്ടിലും കോമൺ ആയിട്ടുള്ള 0യും ഈ ഒരു 2 കോളമാണ്. അപ്പോൾ ഇത് 0 ആയ കാരണം
ബി ബാർ എടുത്തു, ഇത് 1 ആയ കാരണം സി എൻ എടുത്തു, ബി ബാർ സി. ഇനി അതുപോലെ എ ബി എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് തോന്നുന്നത് 0 0 1, ഇത് 1 0 1. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിങ്ങിൽ നിന്ന് കിട്ടിയത് ഇത്. ഇനി നമുക്ക് ഈ ഒരു ഗ്രൂപ്പിങ് നോക്കാം. ഇവിടെ 1 1 1ഉം പിന്നെ ഇതിന് പറഞ്ഞാൽ 1 1 0യും 1 1 0. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഇതും ഇതുമാണ്. അപ്പോൾ എയും ബിയും, അപ്പോൾ എ ബി നമുക്ക് കിട്ടി. ഇനി അടുത്ത ടേം, ഈ ഒരു ടേമാണ് ഇതിലെ എറർ എലിമിനേറ്റ് ചെയ്യണത്. അതായത് ഈ ടേം ഇതിലെന്താ 1 0 1ഉം 1 0 1, ഇവിടെ 1 1 1ഉം 1 1 1, ഇവിടെ ഈ 1ഉം ഈ 1ഉം ഈ 1ഉം ഈ 1ഉം ഇതാണ് കോമൺ. അപ്പോൾ ഇത് എയും ഇത് സിയും, അപ്പോൾ എ സി. അപ്പോൾ നമ്മുടെ എറർ ഫ്രീ സർക്യൂട്ട് എന്ത് കിട്ടി? എ ബി പ്ലസ് ബി ബാർ സി പ്ലസ് എ സി എന്ന് കിട്ടി. അതാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ പഴയ ആ ഒരു സർക്യൂട്ടിൽ അതേ കണക്ഷൻ ഇതുവരെയുള്ളത്. ഇതാണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത കണക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാറ്റിക് 1 ഹസാർഡ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. ഇനി അടുത്തത് സ്റ്റാറ്റിക് 0 ഹസാർഡിൻ്റെ എലിമിനേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ അതേ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ സ്റ്റാറ്റിക് 1 0 ഹസാർഡ് നമ്മൾ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഒരു വ്യത്യാസം, ഈ സർക്യൂട്ടിൽ വ്യത്യാസമുണ്ട്. സർക്യൂട്ട് എന്ന് പറയുന്നത് POS ആണ്, പ്രൊഡക്റ്റ് ഓഫ് സം ആണ് വരുന്നത്. അപ്പോൾ കെ മാപ്പ് എടുക്കുമ്പോൾ നമ്മൾ സീറോസിനെയാണ് ഗ്രൂപ്പ് ചെയ്യണം, അത്രയാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒറിജിനൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു ബി ബാർ പ്ലസ് സി ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് POS ആണ്, നമുക്കറിയാം. അപ്പോൾ POSൻ്റെ കെ മാപ്പാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതായത് സീറോസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കെ മാപ്പ് എഴുതി. ഇവിടെ 3 ഇൻപുട്ട് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ 8 ഇത് വരുന്ന കെ മാപ്പ്, 8 എൻട്രി വരുന്ന കെ മാപ്പ് എടുത്തത്. അപ്പോൾ ഇതിനനുസരിച്ച് അപ്പോൾ നമുക്കിവിടെ ഉദ്ദേശം എന്താ, 0 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. 0 ഔട്ട്പുട്ടായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ട്സ്, ഇനി ഇത് പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം 0 ആവണം. അതായത് ഈ ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 0 ആവും, അല്ലെങ്കിൽ ഈ ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 0 ആവും. അപ്പോൾ ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ എയും ബിയും എന്തായിരിക്കണം, 0 ആണ്. അപ്പോൾ എയും ബിയും 0 ആണ് കണ്ടീഷൻ നോക്കി. എ ഇവിടെ 0 ആണ്, ബി ഇവിടെ 0 ആണ്, എ ഇവിടെ 0 ആണ്, ബി 0 ആണ്. അപ്പോൾ ഈ സീറോസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്താ, ഈ ഓർ ഗേറ്റ് 0 ആവാം. ഈ ഓർ ഗേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ബി എന്തായിരിക്കണം, 1 ആയിരിക്കണം. സി ഓൾറെഡി 0 ആയിരിക്കണം, എന്നാലേ ഈ ഒരു ഔട്ട്പുട്ട് 0 ആവുള്ളൂ. അപ്പോൾ ബി 1ഉം സി 0 ആയിട്ടുള്ള എൻട്രീസ് ഏതൊക്കെയാണ് നോക്കി. ബിയും സിയും, ബി എന്താ വേണ്ട 1 വേണം, സി 0 വേണം. അപ്പോൾ 1 0. അപ്പോൾ ഈ 0യും ഈ 0യും തമ്മിൽ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇൻപുട്ടുള്ള ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ എറർ ഫ്രീ ആകണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു, അഡ്ജസൻറ്റ് ഗ്രൂപ്പ്സ് തമ്മിലുള്ള എൻട്രീസിന് തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണക്ഷൻ നമ്മൾ കൊടുക്കണം. അതിന് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ ഒരു ടേം ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ഗ്രൂപ്പ് ചെയ്യാം, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ ഇവർ തമ്മിലൊരു ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അഡ്ജസൻറ്റ് ഗ്രൂപ്പ്സാണ്, പക്ഷെ ഇവർ തമ്മിലൊരു ഇൻ്റർ കണക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഇൻ്റർ കണക്ഷൻ. ഈ ഒരു ഇൻ്റർ കണക്ഷനാണ് ഇവിടെ എന്ത് ചെയ്യണത്, ഇവിടുത്തെ ഹസാർഡ് എലിമിനേറ്റ് ചെയ്യണത്. അപ്പോൾ ഇനി ഇതനുസരിച്ചിട്ട് നമുക്ക് ടേംസ് എഴുതാം. ഇപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഇതായിരുന്നു 0 0 0 0 0 1 0 0 0 0 0 1. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഈ 0 ആണ്. POSൽ 0 വരുമ്പോൾ നമ്മൾ ഇവിടെ സം ഓഫ് പ്രൊഡക്ട്സ് ആയിട്ട് എഴുതണ്ട. അപ്പോൾ എ പ്ലസ് ബി എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുക. അടുത്ത ടേം അടുത്ത ഗ്രൂപ്പിംഗ് ഇതല്ലേ, അപ്പോൾ 0 1 0 0 1 0, പിന്നെ 1 1 0 1 1 0. ഇവർ തമ്മിൽ കോമൺ ഈ 1ഉം ഈ 0യാണ്. അപ്പോൾ ഈ ബി 1 ആയിട്ട് നമ്മൾ ബി ബാർ പ്ലസ് സി എന്നുള്ള രീതിയിൽ എഴുതി. ഇനി അടുത്ത ടേമാണ് നമ്മുടെ എലിമിനേറ്റ് ചെയ്യുന്നത്, ഈ ഹസാർഡ് എലിമിനേറ്റ് ചെയ്യുന്ന ടേമാണിത്. അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഗ്രൂപ്പിംഗ് ആണിത്. അപ്പോൾ അതെന്താ 0 0 0 0 1 0 0 0 0 0 1 0. ഇനി ഇവർ തമ്മിൽ കോമൺ ഉള്ളത് ഈ 0യും ഈ 0യും. അപ്പോൾ എ പ്ലസ് സി എന്നുള്ള ടേമും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫൈനൽ സർക്യൂട്ട്, അതായത് എറർ ഫ്രീ സർക്യൂട്ട് വരുന്നത് ഇതാണ്, എ പ്ലസ് ബി ഇൻറ്റു ബി ബാർ പ്ലസ് സി ഇൻറ്റു എ പ്ലസ് സി.
നമ്മുടെ ഒറിജിനൽ സർക്യൂട്ട് ഇതാണ്, എറർ ഫ്രീ ആയിട്ടുള്ള സർക്യൂട്ട് ഇതാണ്. അപ്പോൾ A+C എന്ന് പറഞ്ഞ ഒരു ടേം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു. അതാണ് ഈ ഒരു ഗ്രൂപ്പിംഗ്, നമ്മൾ എക്സ്ട്രാ കൊടുത്ത ഗ്രൂപ്പിംഗ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സർക്യൂട്ടും വരച്ചു. ഇതുവരെ പഴയ സർക്യൂട്ട് തന്നെ. ഇനി ആ ഒരു A+C എന്നുള്ള ടേം നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സർക്യൂട്ടിലെ ഹസാർഡ്സ് എലിമിനേറ്റ് ചെയ്യുക. സ്റ്റാറ്റിക് 1 ഹസാർഡ് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, സ്റ്റാറ്റിക് 0 ഹസാർഡ് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.